കോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയ നടപ്പാലം പൊളിച്ചു നീക്കുന്നു. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ നടപ്പാലമാണ് പൊളിച്ചു നീക്കുന്നത്. ഈ പാലത്തിൽ തട്ടി മാലിന്യങ്ങൾ അടിഞ്ഞത് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നു. ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോട് മാലിന്യം നീക്കി ഒഴുക്ക് സുഗമമാക്കണമെന്ന് കുട്ടനാട് MLA റിജി ചെറിയാൻ നിർദ്ദേശിച്ചിട്ടും പാലിക്കപ്പെട്ടിരുന്നില്ല. തുടർന്ന് MLA സ്ഥലത്തെത്തിയാണ് പാലം പൊളിച്ച് മാലിന്യ നീക്കം നടപടി സ്വീകരിച്ചത്. ഇവരുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ നടപ്പാലമാണിപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ഈ ഒഴുക്ക് തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇത് പൊളിച്ചു നീക്കാതെ മറ്റു മാർഗമില്ല എന്ന സ്ഥിതിയിൽ തന്നെയാണ് MLAയുടെ ഇടപെടലുണ്ടായത്, അല്ലേ? തീർച്ചയായും ഇത് തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതായത് ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായാണ് ഈ നടപ്പാലം. അതിൽ ജീവനക്കാർക്കും മറ്റും നടന്നു പോകുന്നതിന് വേണ്ടി നിർമ്മിച്ച നടപ്പാലമാണ്. അതിലാണ് ഈ കിഴക്കൻ വെള്ളത്തിനൊപ്പം വന്ന തടിക്കഷ്ണങ്ങൾ അടക്കമുള്ള വലിയ മാലിന്യങ്ങൾ ഇത് വന്ന് അടിഞ്ഞുകൂടിയതോടുകൂടി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും പടിഞ്ഞാട്ടുള്ള ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. ഈ നടുഭാഗത്താണ് കൂടുതലും ഇത്തരത്തിൽ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത്. ഇതെല്ലാം തന്നെ ഈ നടപ്പാലത്തെ തട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ഇത് നീക്കം ചെയ്യണമെന്ന് MLA കളക്ടറോടും അതോടൊപ്പം തന്നെ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോടും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും അവർ ഇത് കുത്തി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും അത് നടപ്പായിരുന്നില്ല. അതേ തുടർന്നാണ് കുട്ടനാട്ടിൽ വീണ്ടും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ MLA തന്നെ നേരിട്ട് സ്ഥലത്തെത്തി ഈ പാലം പൊളിച്ച് മാറ്റിക്കൊണ്ട് ഇവിടെ നിന്നും ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പാലം പൊളിച്ചു നീക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. അതിനുവേണ്ടി ക്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗ്യാസ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പാലം പൊളിച്ചു മാറ്റി ഇരുമ്പ് പാലമാണ് നിർമ്മിച്ചിരുന്നത്. അത് പൊളിച്ചു നീക്കിക്കൊണ്ട് ഈ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അതിലെ ആദ്യത്തെ സ്പാനിൻ്റെ ഭാഗത്തെ പാലം പൊളിച്ചു നീക്കും. അതിനായി ക്രെയിൻ എത്തിയിട്ടുണ്ട്. ബാക്കി നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ തടിക്കഷ്ണങ്ങളും മുളകളും അടക്കമുള്ളവ വന്ന് മറ്റ് മാലിന്യങ്ങളടക്കം വന്ന് ഇവിടെ അടിഞ്ഞുകൂടി പൂർണ്ണമായിട്ട് ഈ ഭാഗത്തെ ഒഴുക്ക് നിലച്ചിരിക്കുന്നത് കാണാം. അത്തരത്തിൽ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ അത്രയും കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് കാലതാമസം ഉണ്ടാക്കുകയും അത് വെള്ളപ്പൊക്കം കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് MLAയോട് തന്നെ ചോദിക്കാം, ഇതിൻ്റെ ഇപ്പം തന്നെ ഇത് പൊളിച്ച് നീക്കിയാൽ ഏറെക്കുറെ ഒഴുക്ക് സുഗമമാകും. ഇത് അവർ ടെമ്പററി ഇട്ട ഒരെണ്ണമാണല്ലോ. ഇത് ടെമ്പററി ഇട്ടാണ്. ഇത് നേരത്തെ അങ്ങ് പൊളിച്ചാൽ മതി. പൊളിച്ചാൽ അങ്ങ് പൊയ്ക്കോളൂ. ഇപ്പോൾ പൊളിച്ചാൽ നല്ല ഒഴുക്ക് ഇവിടെ ആവും. അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിവിട്ടാൽ അന്നേരം പൊയ്ക്കോളൂ. ഇതിൻ്റെ കിഴക്കേ സൈഡിലും മാലിന്യങ്ങൾ കുറേ മാറ്റും. അത് പോവാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് വരുമ്പം ഒഴുക്കൊന്ന് കൂടുമ്പം കുറേ തന്നെ പോവും, ബാക്കി അല്ലാതെയും വരും. ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് JCB വന്നിട്ട് ആ സൈഡിലും ചെയ്യും. അത് കുട്ടനാട്ടിലൊക്കെ വെള്ളം അതേ നിലയിൽ നിൽക്കുന്നില്ലെങ്കിൽ അല്പം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കമുള്ള ഈ മുട്ടാറ് ഭാഗത്തെ ആൾക്കാരെ എവിടേക്ക് മാറ്റാനാണ് ഇപ്പം ആലോചനയുള്ളത്? ഞങ്ങൾ കുട്ടനാട് അവിടെ നിന്ന് ചങ്ങനാശ്ശേരിക്ക് മാറ്റാനുള്ള ഇതാണ്. ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിലും ഇവിടെ നമുക്ക് ബാത്റൂമൊക്കെ വലിയ പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയുള്ള ചിന്തയിലാണ്. മാറ്റും. ലോറിയിലോ മറ്റോ കൊണ്ടുപോകാനാണ്? ലോറിയെ കയറ്റി അവരെ ചങ്ങനാശ്ശേരി നമ്മുടെ AC റോഡിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് വേറെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകും. അതുതന്നെയാണ് ഇപ്പോഴും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ തോട്ടപ്പള്ളിയിൽ ഈ നടപ്പാത പൊളിച്ചുകൊണ്ട് ഒഴുക്ക് സുഗമമാക്കിക്കൊണ്ട് വെള്ളം എത്രയും വേഗം കിഴക്കൻ വെള്ളം ഇറങ്ങിപ്പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ മുട്ടാർ അടക്കമുള്ള കുട്ടനാടിൻ്റെ കിഴക്കൻ ഭാഗത്ത് അതിരൂക്ഷമായ വെള്ളപ്പൊക്കമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതാണ്ട് മുട്ടാർ പഞ്ചായത്തിലെ 90-ലധികം വീടുകളും വെള്ളത്തിലായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അവരെ എല്ലാം പൂർണ്ണമായും അവിടെ നിന്നും ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളും പുരോഗമിക്കുകയാണ്. അതിനായി വലിയ ടോറസ് ലോറിയിലും മറ്റും ആൾക്കാരെ കയറ്റി ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ആ രീതിയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും ഇപ്പോഴും ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഈ പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ചെങ്ങന്നൂരിലും വെള്ളം ഏറുന്നു എന്ന ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ വെൺമണി അതോടൊപ്പം തന്നെ ചെറിയനാട് ഭാഗത്തേക്ക് കൂടി വെള്ളം കയറുന്നുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. ആ രീതിയിൽ അവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി തുറക്കുന്ന
വരുന്ന ഒരു സാഹചര്യം വരുന്നു. നിലവിൽ 77 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ മുട്ടാർ പഞ്ചായത്തിലുള്ളവരെ കൂടുതലും ചങ്ങനാശ്ശേരിയിലേക്കാണ് മാറ്റുന്നത്. അത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവർ അത്തരത്തിൽ മറ്റ് ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൂടി അഭയം തേടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു 10 മണിക്ക് ശേഷം മഴ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നത് ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കടൽ പ്രക്ഷുബ്ധമല്ല ഇന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും വെള്ളം ഒഴുകി മാറിയാൽ അത് വേഗത്തിലേക്ക് കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയൊക്കെ കടൽക്ഷോഭം രൂക്ഷമായിരുന്നതിനാൽ ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി ചെന്നാലും കടലിലെ തിരയിൽ തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ സാഹചര്യത്തിന് ഏറെക്കുറെ മാറ്റം വരുന്നുണ്ട്. തോട്ടപ്പള്ളിയിൽ ഇപ്പോഴും 3 JCB ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയും തുടരുകയാണ്. ആ രീതിയിൽ ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ വഴി പരമാവധി വെള്ളം എത്രയും വേഗം ഒഴുകി മാറുന്നതിനുള്ള ശരി. ഇപ്പോഴും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.